നമ്മുടെ നന്മ ദുഷ്ടമാകാനിടയാകരുത്.
എന്തെന്നാൽ ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ആമീൻ. ആഹായ് ബാരക്മോ. ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ നാം കേൾക്കണം. ശിഷ്യന്മാർ അവനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിപ്പാൻ തക്കവണ്ണം പാപം ചെയ്തതാര്, ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, ഇവനും ഇവന്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല, എന്നാലോ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ വെളിപ്പെടുവാനായിട്ടത്രേ എന്ന് കൽപ്പിച്ചു. പകലുള്ളപ്പോൾ തന്നെ യേശുവിന്റെ പ്രവർത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവർത്തി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ ശിലോഹോ കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരികെ വന്നു. അവന്റെ അയൽക്കാരും അവനെ മുമ്പ് ഭിക്ഷയാചിക്കുന്നവനായി കണ്ടിട്ടുണ്ടായിരുന്നവരും, ഇവനല്ലയോ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവരെന്ന് പറഞ്ഞു. ചിലർ ഇവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലരാകട്ടെ, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നുവെന്ന് ഏറ്റു പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനവരോട്, യേശു എന്ന് പേരുള്ള ഒരുവൻ മണ്ണ് കുഴച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട് ശിലോഹാമിലെ വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ചയുണ്ടാകുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, അവൻ എവിടെ എന്ന് ചോദിച്ചതിന് അവൻ അവരോട്, എനിക്കറിവില്ല എന്ന് പറഞ്ഞു. മുമ്പ് കുരുടനായിരുന്ന ഇവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. യേശു
തമ്പുരാൻ മണ്ണ് കുഴച്ച് അവന്റെ കണ്ണുകൾ തുറന്നത് ശാപത്തിലായിരുന്നു. അപ്പോൾ പരീശന്മാർ അവനോട്, നിനക്ക് എങ്ങനെ കാഴ്ചയുണ്ടായി എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ മണ്ണ് കുഴച്ച് എന്റെ കണ്ണുകളിൽ തേച്ചു, ഞാൻ കഴുകി, എനിക്ക് കാഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു. പരീശന്മാർ ചിലർ, ആ മനുഷ്യൻ ശാപത്തിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികൾ എങ്ങനെ നടത്തുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു പ്രവാചകനാകുന്നുവെന്ന് ഞാൻ പറയുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ യഹൂദന്മാർ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച്, അവൻ കുരുടനായിട്ട് പിന്നെ കാഴ്ച പ്രാപിച്ചതാണെന്ന് അവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുന്നവരെയും വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പുത്രൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചതിന് അവന്റെ മാതാപിതാക്കന്മാർ, ഇവൻ ഞങ്ങളുടെ പുത്രനാകുന്നുവെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവന് കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്നോ അവന്റെ കണ്ണുകളെ തെളിയിച്ചതായിരുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിപ്പീൻ എന്ന് പറഞ്ഞു. അവനോട് തന്നെ ചോദിപ്പീൻ, അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. അവൻ മിശിഹായാകുന്നുവെന്ന് ആരെങ്കിലും സംബന്ധിച്ച് പറഞ്ഞാൽ അവനെ സംഘത്തിൽ നിന്ന് പുറന്തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവന്റെ മാതാപിതാക്കന്മാർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതും. കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ട് അവർ, നീ ദൈവത്തിന് സ്തുതി ചെല്ലുക, ആ മനുഷ്യൻ പാപിയാകുന്നുവെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാകുന്നുവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോഴിതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? ഇനിയും നിങ്ങൾ കേൾപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോ അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ? അവരോ അവന് ശകാരിച്ചുകൊണ്ട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു. മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, എന്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തത് ആശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിടയെ ചെയ്കൊള്ളുകയില്ല എന്നും തന്നെ ആശ്രയിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവരെയാണ് ചെയ്കൊള്ളുന്നതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആരും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവസംബന്ധിയല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നീ അശേഷം പാപത്തിൽ ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്താക്കി കളഞ്ഞു. അവർ അവനെ പുറത്താക്കിയെന്ന് കേട്ടിട്ട് യേശുതമ്പുരാൻ അവനെ കണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. സൗഖ്യം പ്രാപിച്ചവൻ, കർത്താവേ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവനോട്, നീ അവനെ കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവനെന്ന് പറഞ്ഞു. അവനാകട്ടെ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണു വന്ദിച്ചു. അനന്തരം യേശുതമ്പുരാൻ കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിപ്പാനും കാഴ്ചയുള്ളവർ കുരുടന്മാരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന പരീശന്മാരിൽ ചിലർ അത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരാകുന്നുവോ എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനാവശ്ലോമോ പരിശുദ്ധ
علينا عذارين تشبت تودي صاحد ركولا صار رموت بدر بوتل آمين ഈശോം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുൽഥായിൽ വെച്ച് മുറിക്കപ്പെടുകയും പരിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിനായി നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമായി തീരുകയും ചെയ്ത ജീവനുള്ളപ്പമായ കർത്താവിന്റെ ദൈവികമായി സ്തോത്രയാഗമണിയങ്ങൾ സമർപ്പിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും അപരാധങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ ദയവ് തോന്നണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാവലിയ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെയും ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരുടെയും ഞങ്ങളുടെ ഗുരുക്കന്മാരുടെയും ഞങ്ങളുടെ പ്രഭുക്കന്മാരുടെയും ഞങ്ങളെല്ലാവരുടെയും സ്വന്തം മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും അവിടെ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും അവരുടെ ദേഹികൾക്കും അവരുടെ ശരീരങ്ങൾക്കും അവിടെ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് നീ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥ മശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ തന്നെ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കായി അവിടുന്ന് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, കാഠിന്യമേറിയ സർവശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന്റെ പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നാഥ, നല്ല ഒരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഓ വക്കുലസ്ബാൻ ലവൽ മീൻ. ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലും തന്റെ തേജസ്സിങ്കൽ അഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും തന്നെ കാണുന്ന മാത്രയിൽ ആത്മീയർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും
അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവയെ അങ്ങേ തിരുമുൻപാകെയും ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിക്കുകയും നിന്റെ കരുണയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ ദൈവമേ, പരിശുദ്ധ ശ്രോപ്പന്മാരുടേതായ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്ദിരഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തമ്പുരാനെ, ഞങ്ങൾ തിരുമുൻപാകെയും നിന്റെ വിശുദ്ധമായി ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയമായ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് നീ പാപപരിഹാരം നൽകണമേ. ദൈവം തമ്പുരാനെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് കരുണയോടെ കൽപ്പിച്ചയക്കണമേ. ഇപ്പോൾ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിക്കളയണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി തീരണമേ. ദൈവം തമ്പുരാനെ, അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഓ വക്കുലസ് ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Worship God of the heaven, Raihun and Menolem will be. Yenam the Hilo Hato and Evi Markadish, Abu Kadish, Brokadish, നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയും നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെ ഗുരുക്കന്മാരുടെയും നമ്മുടെ പ്രഭുക്കന്മാരുടെയും എല്ലാവരുടെയും ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകമുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമായിരിക്കുന്നവനും സകലവും താൻ മൂലമുള്ള വായുവിനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധമറിയാമിൽ നിന്നും ശരീരയായി തീർന്നു. മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം എഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ
പുത്രന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും ക്രിസ്തുവിലും കാതോലികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒന്നുമാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും സ്നേഹവും കരുണയുള്ളവരോടുമായ ദൈവത്തമ്പുരാനെ നിന്റെ പരിശുദ്ധ സഭയ്ക്കായി നിന്റെ സമാധാനം നീ നൽകണമേ. എന്റെ ദൈവമേ, കൃപയോടെ ഈ ലോകത്തെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാർക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമതലത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കർമ്മയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു.
തിരുമുൻപാകെ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസരും നിന്റെ ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായി നിന്റെ വലതുകരം ആവസിപ്പിച്ച് നീ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ആത്മീയമായ ബലിയെ നിനക്ക് സമർപ്പിപ്പാൻ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെല്ലാം നീക്കി മായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ ഭാജനങ്ങള് നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേൽപ്പെട്ട കാര്യങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് മശിഹാതമ്പുരാനിൽ നിലവസിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും ഋഷിമാലാഖമാരും ക്രൂപേന്മാരും ശ്രോപ്പേന്മാരും മൗന്തേന്മാരും മൊറോസേന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണ്യവുമായ ശബ്ദവിശേഷങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാഖിൻ കോയേ പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ താൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത ശേഷമായതിനെ താൻ വാഴ്ത്തി ഈ വിശുദ്ധീകരിച്ചു.
പരിശുദ്ധന്മാരായ തന്റെ പുസ്തകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് താൻ ഇപ്രകാരം കൽപ്പിച്ചരുളി ചെയ്തു. കടങ്ങൾ പരിഹരിക്കപ്പെടുവാനും പാപങ്ങൾ മോചിക്കപ്പെടുവാനും നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാനുമായി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു ഇത്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ. പ്രകാരം തന്നെ കാസായന്ത്രക്കൈകളിൽ താൻ എടുത്ത് സ്തോത്രം ചെയ്ത ശേഷമായതിനെയും താൻ വാഴ്ത്തി ഈ വിശുദ്ധീകരിച്ചു. പരിശുദ്ധന്മാരായ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് താൻ ഇപ്രകാരം കൽപ്പിച്ചരുളി ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി ചിന്തപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെയും എന്റെ മരണത്തെയും എന്റെ പുനരുത്ഥാനത്തെയും അനുസ്മരിച്ചുകൊള്ളുവീനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. അദാമോ ദോസേനോ കർത്താവേ, പാപികളും കുറ്റക്കാരുമായി നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിധയിക്കാമോ ക്ലാബോ കാതോ ബ്രോ
ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആശോ വകുലസ്ബാൻ ലോൽമീ. നമ്മുടെ ദേശന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചോരിക്കുന്ന ചിരിയന്മാരും ബഹുമാനപ്പെട്ട ഒരു ഭാഗ്യന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെടുന്ന നമ്മുടെ പാത്രീസായ മോറന്മാർക്കവർദ്ധനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുന്മാർ ബസേലിയോസ് തോമസ് ബ്രദറിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ അബുന്മാർ തീതോസിനു വേണ്ടിയും മോർ തിമോത്തിയോസിനു വേണ്ടിയും ഇവിടെ സ്ഥിരനായിരിക്കുന്ന വന്യവിധമായ കുര്യാക്കോസ് മാത്തിയോസ് കൊറോസിനു വേണ്ടിയും സത്യവിശ്വാസരായ ശേഷമുള്ള സകലർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കര പരിശുദ്ധമായ സമയത്ത് ദൈവമായ അർത്ഥാനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദുർദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Again we call to remembrance, O Lord, all our brethren, faithful and true Christians, who have bidden us and earnestly requested us, humble and feeble though we be, remember them on this occasion at this time, we pray thee, Lord God Almighty, on behalf of all those who are falling in all kinds of hard trials and taking refuge in thee, that they may soon be delivered and visited by thee, on behalf of this congregation preserved by God, and for the unity and prosperity of all her faithful members, that they may continue in virtue. Let us beseech the Lord.
ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും അനാഥരെയും വിധവകളെയും അവിടുന്ന് സംരക്ഷിച്ച് പ്രവർത്തിക്കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Again remember all the faithful and truly Christian rulers who have established and confirmed with the true faith the churches and monasteries of God in the four quarters of the earth. Let us beseech the Lord for the whole Christian community, the clergy, and the faithful people, that they may continue in virtue. Let us beseech the Lord. പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുന്ന ജീവനശാന്തവും ആനന്ദകരമായ ജീവിതത്തിൽ ഭാഗം നയിക്കുവാനും ഞങ്ങളുടെ ഭരണാർത്ഥാക്കളാൽ ദയാപൂർവ്വം രക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Barak more, give me Kumamreha, who is worthy of being called blessed, and exalt of all generations of the earth. Holy, glorious, and blessed ever Virgin, and blessed Mary, Mother of God. Along with her, let us remember also the prophets, and the apostles, the preachers, the evangelists, and the martyrs, and the confessors. Bless Saint John the Baptist, born of his master, and illustrious Saint Stephen, chief of the deacons and the first of the martyrs. And exalt the Saint Peter and Saint Paul, chief among the apostles, our father Saint Thomas. Let us remember at the same time the whole company of saints, both men and women. May their prayers be a refuge. Let us beseech the Lord. പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഒരുമിച്ചുള്ള അവകാശത്തിന് ഓഹരികളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ലൈംഗികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിത്യ പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തുദിനോപോലിസിലും എഫേസ്യോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലിഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമേസും ദിവനാത്തിയോസും അത്താനാത്തിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് പ്രധാനായും മോർ പ്രേമും മോർ യാക്കോബും മോർ സഹാക്കും മോർ ബാലായിയും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ ശമോൻ ദസ്തുനോയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് സ്തുതിയൻ പാത്രിയർക്കീസും മോർ ബസേലിയോസ് എൽദോമഫിയാനായും മലങ്കരയിലെ മാർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബായും മോറസ്താത്തിയോസ് ലീബാബാവായും മോറത്താനാസിയോസ് പൗലോസിനെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മൂന്ന് പരിശുദ്ധ സന്നദ്ധോസുകളുടെ സത്യവിശ്വാസത്തിൻ പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അരൂപികളുടെയും സകലങ്ങളുടെയും പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി തുടരാവിശ്വസന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളും സ്നേഹത്തോട് സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മനുഷ്യരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് വന്നവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ നിന്റെ കർണങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനം രോഗിയാക്കുവാനും നമ്മയും ഒരേ നിന്റെ സുരാ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് 3 പ്രാവശ്യം കുറിയലൈസോൻ എന്നാട്ട് പറയണം. വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നവരെ വീണ്ടുകൊള്ളണമേ. ദണ്ഡനകളിൽ നിന്നും അതിവേദനകളിൽ നിന്നവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയവരെയും നീ ആശ്വസിച്ച് പൊടിപെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോട് അറിവുകൂടാതെയും നിന്റെ ദൈവം ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. നിന്റെ മഹാബലീകരണയാൽ ഞങ്ങളെ ശ്രദ്ധിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും ന്യായവിധിയിൽ നിന്ന് ദുഷ്ടന്മാർക്കായി കാത്തു വച്ചിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകണമേ. തന്നോലം സ്ഥലത്തിൽ എന്നതുപോലെ വിശുദ്ധ കുർബാന വഴിയായി സ്ഥലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതായ തിരുനാമവും ഞങ്ങളുടെ കർത്താവായ ശിവശിയുടെ പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട കൊഴുത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ.
മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലമായി പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുകയും നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ഞങ്ങൾ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയുമായ വിശുദ്ധനാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്കമായ മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥത്തിലുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കഠിന പരീക്ഷകൾ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടന്റെ എല്ലാ ശക്തിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കാത്തുവച്ചിരിക്കുന്ന ദണ്ഡനകളിൽ നിന്ന് രക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ചെങ്കോൽ കീഴ് സകല സൃഷ്ടികളും മടങ്ങി നിൽക്കുന്ന വലിയവനും സർവാധിപതിയുമായ രാജാവ് ഇപ്പോൾ തിരുമുൻപാകെ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ പരിശുദ്ധ സഭയ്ക്കായി നിന്റെ അനുഗ്രഹങ്ങളെ നീ അയച്ചു കൊടുക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്ദവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി ഈ വിശുദ്ധതകൾ വിഭജിക്കപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്ത് മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തയ്ക്കുന്നുവെന്ന ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നയവാൻ
നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ ിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവരും പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതിന്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ സമൃദ്ധിയായി ചൊരിഞ്ഞു കൊടുക്കുന്നവനുമായ കാരുണ്യവാനായ ദൈവത്തിപ്പോൾ നിന്റെ ദാസരായ ഞങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ നിന്റെ കരുണാവാതിൽ മുട്ടി വിളിക്കുന്നു. നാഥ, ഞങ്ങളോട് ഉത്തരവരുളണമേ. ഉടയവരെ, നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നു. ഞങ്ങൾ ആരും ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കരുത്. ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചു കൊള്ളണമേ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകൾ ഞങ്ങൾ സംരക്ഷിച്ചു വിട്ടുകൊള്ളണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായുള്ളവയെ വൃത്തികളും പാവങ്ങളും നിമിത്തം ഞങ്ങളോട് കോപം തോന്നരുത്. രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ. അവയുടെ കരുണയോടും കൂടെ പരിഹരിക്കണമേ. ഞങ്ങൾ നിന്റെ കൈവേലി നിന്റെ തിരുനാമം വിളിക്കപ്പെട്ടവരുമാകിയാൽ മനസ്സരിവോട് സഹതാപത്തോടും കൂടെ ഞങ്ങൾ തൃക്കൺ പാർക്കണമേ. ദൈവത്തമ്പുരാനെ നിന്നെ പ്രസവിച്ച് ഭാഗ്യവതിയായ ഭർത്തമറിയാം അമ്മയ്ക്ക് തിരുസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും പ്രസാദമുള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനകളാൽ ഉത്തമനായുള്ളവയെ ദൈവതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, മുതലേക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പോടെ ബേത്ലഹേമോഫ്രത്തായി പ്രസവിച്ച പരിശുദ്ധ കന്യകയായ മാതാവേ, പോലെ മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത മശിഹായുടെ പരിശുദ്ധയായ മാതാവേ, പരിശുദ്ധാത്മ ഭരിതനായി ഹെസക്കിയേൽ ദീർഘദർശനത്തിൽ നിന്റെ വാഹനമായി ആരെ ദർശിച്ചു ജനീകൃതമായ മാതാവേ, വെച്ച് മൂശ ദീർഘദർശി എഴുതിയിലെരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപ്പടർപ്പ് ആര് ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു പരിശുദ്ധയായ മാതാവേ, ഗൗണിയായ യാക്കോബാരെ ദർശിച്ചു ആ സ്വർഗീയ ഗൗണിയായ മാതാവേ, മാലാഖമാരുടെ നാട്ടിൽ കൃപയന്മാരുടെ തൊഴിലഗ്നി സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്നവനും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവ്വലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതിയും ദാതാവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, ജീവന്റെയും രക്ഷയുടെയും സുവിശേഷത നീ പുറപ്പെട്ടതായ മഹനീയ പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനി വീണാദന്തവുമായ വിസ്മരിയായ മാതാവേ, മാലാഖമാരുടെ യാഥാർത്ഥ്യവും പ്രശംസയും ശ്ലീഹന്മാരുടെ സന്തോഷവും സഹോദരന്മാരുടെ ആമോദവും കന്യകമാരുടെ കിരീടവുമായി വിനയം നിറഞ്ഞ മാതാവേ, രോഗികളുടെ ഔഷധവും ഭാവികളുടെ സങ്കേതസ്ഥലവും മനത്തകർന്നവർക്ക് ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയുമായ പരിശുദ്ധയായ മാതാവേ, മോഹത്വത്തിനായി
കഷ്ടതകളാകുന്ന കത്തി കൊണ്ട് തന്റെ ഹൃദയത്തിൽ കുത്തുകൾ സഹിച്ച് ലോകരക്ഷകന്റെ സന്നിധിയിൽ ആകാശത്തിലും ഭൂമിയിലും കാര്യനിവൃത്തിക്ക് പ്രാപ്തി ലഭിക്കപ്പെട്ടവളായ വാഴ്ത്തപ്പെട്ട മാതാവേ, അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ മാലാഖമാരുടെ ലഗിയോനുകളാൽ അനുരത പ്രകീർത്തികനായിരിക്കുന്നവനെ വിശുദ്ധവും ലളിതവുമായ ചെറുകൈകളിലെടുത്ത് ആഘോഷിച്ച സ്വർഗീയ മാതാവേ, സ്വർഗരാജ്യത്തിലനന്തകോടി സൈന്യങ്ങൾ സദാ പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായുകളിൽ നിന്നും കൊച്ചു സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ട സരജരാജനുടെ സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്നും പോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തിന് തന്റെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവനായിരിക്കെ കീർത്തിശീലുകളാൽ പുതിയപ്പെട്ട ഉണ്മയായവനും ക്രൂപേന്മാരാൽ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിതനായിരിക്കെ യൂസേഫിന്റെയും മറിയാമിന്റെയും കൈകളിൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപക്ഷിയും കൊണ്ടു പോറ്റിയവനായിരിക്കെ ഭൗമിക കന്യയുടെ ബലപ്പാലാർത്ഥിയോടെ വലിച്ച് കുടിച്ചവനും വിസ്മയനെയും മഹാധനങ്ങളുടെ സർവാധിപതാനായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനത്തിൽ സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വയ്ക്കോൽ വിരിച്ച തൊട്ടിയിൽ കിടന്നുറങ്ങിയവനും സകല ജീവജാലങ്ങൾക്ക് രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവമായിരിക്കെ മറിയാമിന്റെ മാറിടത്തിലൊരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങി കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല ഭാനുവഗോളങ്ങളെയും തന്റെ പാതപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിന്മേൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്മേലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നതിനുമായ വിശ്വാതമ്പുരാനെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. യാചനമോ
ഭവനങ്ങളെയും ഞങ്ങളുടെ സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാതാവായ നമ്മുടെ മധ്യസ്ഥയായ ദൈവതമ്പുരാൻ ദുഃഖങ്ങളെയും ദുഃഖാനങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും വ്യാധികളെയും സഹിക്കാൻ നിങ്ങൾക്ക് ശക്തിയുള്ളതിനേക്കാൾ അധികമായുള്ള എല്ലാ പരീക്ഷണങ്ങളെയും സർവ്വപ്രലോഭനങ്ങളെയും കൃപയോടെ നിങ്ങളിൽ നിന്ന് ദൂരത്താക്കുമാറാകട്ടെ. നിങ്ങളുടെ വാങ്ങിപ്പോയുള്ള ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിച്ച് അനുഗ്രഹമുള്ള തലമുറയാൽ നിങ്ങളുടെ ഭവനങ്ങളെ കൃപയോടുകൂടെ താൻ നിലനിർത്തുമാറാകട്ടെ. കുന്നംകുളത്ത് കബറടങ്ങിയിരിക്കുന്ന പുണ്യവാനായ ശ്ലീബാ മോളസ്താത്തിയോസ് തിരുമേനി തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ച് തന്റെ ആടുകൾക്ക് വേണ്ടി ദൈവമുമ്പാകെ മധ്യസ്ഥയാചിക്കുന്നതായ മഹാപരിശുദ്ധനായ ശ്ലീബാ മോളസ്താത്തിയോസ് തിരുമേനി അദ്ദേഹത്തിന്റെ 5ാം തൃതീയനിൽ നാം അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നു. ആ പുണ്യവാന്റെ ഓർമ്മ ഇപ്പോൾ പ്രത്യേകമായിട്ട് ധൂപം വെച്ച് നമ്മൾ കൊണ്ടാടപ്പെടുന്നു. വളരും അവൻ ലബാനോൻ കാരകിൽ തിരുമേനി കൊച്ചിപുത്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായിരുന്ന 1948 മുതൽ 1962 വരെ ഈ കൊച്ചിപുത്രാസനത്തെയും പരിശുദ്ധ സഭയെയും ഭരിച്ചതായ ആ പുണ്യവാനായ തിരുമേനിയുടെ ഓർമ്മയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ കൊണ്ടാടപ്പെടുന്നു. ചേർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവന്മാരും നിന്ന അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിൻ മൂലം പരമാനന്ദ
നീതിമാന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ഉയരുന്നു രാജാ ഉയരത്തിൽ എന്റെ ശരീരം ഭക്ഷിച്ച് കർത്താവേ മട്ടവസിച്ച് പറയണം. ദൃശ്യമായതിന്റെ വലതുകരത്തിന്റെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും കർത്താവും ദൈവവുമായുള്ളവർ തിരുവൻപാകുള്ള മോഹപ്രസന്നതയ്ക്കുമായി വിലയേറിയതിന്റെ വിശുദ്ധ ശരീരങ്ങൾ അനുഭവിക്കാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്റെ ആരാധനയുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ ശിശിയായ ദൈവത്തിന്റെ കരുണകൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതിനെ നൽകുന്നവരുടെ മേലും ഇതിനെ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിച്ചുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്തുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ശിക്ഷയ്ക്കോ ഞങ്ങളോടുള്ള പ്രതികാരത്തിനോ കാരണമായി തീരരുത്. എന്നാൽ കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യരായിരുന്നു ഞങ്ങൾ യോഗ്യരാക്കി തീർത്തു എന്നതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും നിന്റെ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശവം കൂലസ്ബാൻ ലോൽമീ
നിങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ ദൈവമായ വിശ്വാസം പ്രകാരം നിന്റെ ഇതിന്റെ പിതാവിന്റെ ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇതിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി സമർപ്പിക്കപ്പെട്ടു. നിന്റെ പരിശുദ്ധമായ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകി. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറച്ചു തരണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സൂറ നടപടികളാൽ ഞങ്ങൾ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുവായ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെ നിന്റെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഓ വക്കുലസ്ബാൻ ലോൽമീ സഹോദരങ്ങളെ കർത്താവിനുണ്ടാക്കുന്നതായ പരിശുദ്ധ മുൻപഹായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹ പ്രസാദങ്ങളോടും വാഴ്വോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധാതൃത്വത്തിന്റെ മുൻഗണനയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദുരസ്ഥന്മാരോടുകൂടെ സന്ദർഭസ്ഥന്മാരും മരിച്ചവരോട് ചേർന്ന് കർത്താവിനുണ്ടാക്കുന്ന ജസ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷനായാൽ ദ്രോഹപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങൾ എല്ലാവരുടെയും മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. വാത്സല്യ മക്കളെ, ഞാൻ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ മുഖാന്തരമായി സഹായം കൈക്കൊള്ളുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടെ പോവുകയും എന്നാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കുർബാന അനുഭവിക്കുമ്പോഴുള്ള പ്രാർത്ഥന. എന്റെ കർത്താവേ, എന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നീ മൂലം ഞാൻ യോഗ്യനായി തീരണമേ. ഹുസോയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശുദ്ധ കുമ്പസാരം നടത്തിയവര് ഒഴികെയുള്ളവര്, ഇന്നലെയും കഴിഞ്ഞ ഞായറാഴ്ചയും കുമ്പസാരം നടത്തിയവര് ഒഴിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്നവര് ഹുസോയ പ്രേയറിന് വേണ്ടി മുൻപോട്ട് കടന്നു വരാം. ഏകദേശം പകുതിയിൽ അധികം ആളുകൾ മാത്രമേ ഇതുവരെയും കുമ്പസാരിച്ചിട്ടുള്ളൂ. ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം
ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് കുമ്പസാരം നടത്തുന്നതിന് റമ്പാച്ചന്റെ ഓഫീസ് മുറിയിൽ കുർബാനയ്ക്ക് ശേഷം സൗകര്യമൊരുക്കുന്നതാണ്. അവരും ഇപ്പോൾ കുർബാന അനുഭവിക്കേണ്ടതായിട്ട് ഇല്ല. ബാക്കിയുള്ളവര് പ്രത്യേകം ഹോസ്വേ പ്രേയറിന് ഒരുങ്ങി വന്നിരിക്കുന്നവർ മാത്രം, ഇന്ന് കുമ്പസാരിക്കേണ്ടാത്തവര്, ഇന്നലെ കുമ്പസരിച്ചവര് ഒഴികെയുള്ളവര് മാത്രം ഇപ്പോൾ മുമ്പോട്ട് കടന്നു. തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാ